കേട്ടെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ലേയേഴ്സ് ആണ്. അപ്പോ നമ്മൾ ഇവിടെ ഒരു കാരണം കൂടാതെ നമ്മൾ വരുന്ന ദിവസം നമ്മളെ സ്കാൻ ചെയ്യുന്ന ദിവസം നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണൂല. സ്കാൻ ചെയ്യുന്ന ദിവസം ഒന്നുമില്ല. നമ്മൾ പോയി ചോദിക്കുമ്പോൾ വെച്ചാൽ നിങ്ങൾ ലേഔട്ടാണ്. നമുക്ക് റീസൺസ് ഇല്ല. നമ്മൾ തക്കതായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മള് അവരെ വിളിച്ച് പറയുന്നുണ്ട്. എമർജൻസി ലീവ് വന്ന് അപ്പപ്പോ വിളിച്ച് പറയുന്നുണ്ട്. ലീവ് എടുത്ത അവിടെ പ്രശ്നം എന്തോ ഒരു ലീവ് എമർജൻസി, നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടാവില്ലേ, മരണോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളെ ഒരു മനുഷ്യനില്ല അസുഖം വരും, നമുക്ക് ഇവരെ അപ്പപ്പോ നമ്മൾ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ടും ഇവര് കാരണം ഇതൊക്കെയാ ലീവ്, പിന്നെ പെർഫോമൻസ് ഇല്ല, ഇതൊക്കെയായി ഇവര് പറയുന്ന റീസൺസ്. പിന്നെ ഈ നമ്മളെ ഭൂരിഭാഗം പേരും ഇവിടെ ഇപ്പൊ ടെർമിനേറ്റ് ആയ കുറെ പേരുണ്ട്. അത് മാത്രല്ല ഇപ്പൊ കുറെ പേര് വീട്ടിലിരിക്കുന്നുണ്ട്. നമുക്ക് തക്കതായ ഒരു എഗ്രിമെന്റ്, ഇവരിപ്പോ കേറ്റാന്ന് പറഞ്ഞു, തക്കതായ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് തരണം. ഇത്ര കയറ്റി നമ്മളെ ഇനി ടെർമിനേറ്റ് ചെയ്യില്ലെന്ന് നമുക്കൊരു വാക്ക് തരണം. അത് മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടി നാട്ടുകാരും നമ്മൾ ഇത് ഇന്നൊന്നും തുടങ്ങിയ പ്രശ്നമല്ല, ഇത് കുറെ കാലമായിട്ട് ഈ പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മള് ന്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കോഴിക്കോട് നിന്നുണ്ട്, കോട്ടയത്ത് നിന്നുണ്ട്, കേരളത്തിന്റെ പല ഭാഗത്തു വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ മാനസികാവസ്ഥയും കൂടി എല്ലാം ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പിന്നെ ഇന്ന് കേറ്റാന്ന് പറഞ്ഞു, ചിലപ്പോൾ വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ അതേ ആൾക്കാരെ തന്നെ വീണ്ടും ഇറക്കി വിടാം. അതിനൊന്നും യാതൊരു ഉറപ്പുമില്ല. വെറും വാക്കാൽ മാത്രമേ ഇപ്പൊ പറഞ്ഞു പോയിട്ടുള്ളൂ. ഇതിന്റെ മുന്നേ ഇവിടെ എന്തായിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച, ഇതിന്റെ മുന്നത്തെ ആഴ്ച, എല്ലാ ആഴ്ചയായിട്ടും പലരും ഇവിടുന്ന് പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പീക്ക് ടൈമിലാണ് ഞങ്ങളെ എടുത്തതെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ആ പീക്ക് ടൈം കഴിഞ്ഞപ്പോ ഇവിടെ ഇത്രയും ആൾക്കാർ ആവശ്യമില്ല. ഇവർക്ക് മുന്നേ അറിയാമായിരുന്നല്ലോ. എന്നാൽ അങ്ങനെ എത്ര ആൾക്കാരെ എടുക്കുമ്പോൾ ഇത്ര ആൾക്കാരെ ഇങ്ങനെ 1 മാസത്തേക്കാണോ 2 മാസത്തേക്കാണോ പറഞ്ഞിട്ട് എടുക്കുക, അതുപോലും ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വിടുക. അതായത് രാവിലെ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്ക് ചിലപ്പോൾ അവരുടെ ID കട്ടായിട്ടുണ്ടാവും. അങ്ങനെ അവരെ പറഞ്ഞു വിടുക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പഞ്ചിങ് സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്കൊരു ആപ്പ് ഉണ്ട്. അപ്പൊ ആ ആപ്പിൽ ഇവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുണ്ടാവും. ആ സ്കാൻ ചെയ്തിട്ട് ഇന്നും അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ഔട്ടും അടിക്കണം. ഇപ്പൊ ചിലപ്പോൾ രാവിലെ നമ്മൾ അടിച്ചു കഴിഞ്ഞ് പിന്നെ ഔട്ട് അടിക്കാൻ നമുക്ക് ആപ്പ് കിട്ടണം എന്നില്ല. അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയും നിങ്ങൾ ടെർമിനേറ്റ് ആയി. ഇതാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത്. രാവിലെ ഔട്ടില്ല. ചിലപ്പോ രജിസ്റ്റർ ഇല്ല. അതാണ് ഇവര് പറയുന്നത് നടക്കൂ. ഇവിടെ ഇവര് പറയുന്നത് നടക്കൂ. ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ കൂടുതൽ 2 പേരെ ടെർമിനേറ്റ് ചെയ്തു. ഇപ്പൊ ഈ നിമിഷം CPT കയറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമില് 2 പേരെ ടെർമിനേറ്റ് ചെയ്തു. ഇപ്പൊ തന്നെ ഈ സ്ട്രൈക്ക് നടക്കുമ്പോ തന്നെ 2 പേരെ ടെർമിനേറ്റ് ചെയ്തു. അത്ര സീരിയസ്നെസ് ഉള്ളൂടാ. PF-ന്റെ കേസ് അറിയില്ല. ഞങ്ങൾ അതിവിടെ കയറുമ്പോഴേ ആരോടെ പ്രതികരിക്കാൻ അവരെ വിളിച്ചു പറയാൻ വേണ്ട. ഇവിടെ ജോലി ഇവിടെ വന്നിട്ടുണ്ടല്ലോ ലീവ് എടുക്കാൻ പറഞ്ഞിട്ട്. ഗുജറാത്തിൽ നിന്നല്ല, ഇത് കേരളമാണ്. ഇവിടെ നമുക്ക് സേഫ്റ്റി വേണം. ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊന്നും നടക്കൂല. ജസ്റ്റ് ഫോണിൽ കൂടെ വിളിച്ച് പറയാം. ഇപ്പത്തെ വാക്കാൽ മാത്രമേ ഉറപ്പ് തന്നിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു തെളിവില്ല. ചിലപ്പോ നാളെ വീണ്ടും ഞങ്ങൾ അതൊക്കെ നമ്മളെ സംസാരിക്കാതെ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ ഒന്നാണ് നിങ്ങൾക്ക് പരിപാടിണ്ടായിരിക്കും. പിന്നെ പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടാണ്. CPM ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. തൊഴിലാളികളുടെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. ഞങ്ങളെ ധൈര്യം എന്ന് പറയുന്നത്